എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എൻ്റെ രാമായണ പാരായണം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ അകൈതവമായ നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിച്ചുകൊള്ളുകയാണ്. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് രാമായണം പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റുകുറ്റങ്ങൾ കണ്ടേക്കാം എന്ന് എനിക്ക് നിശ്ചയമായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ മലയാളം അധ്യാപികയാണ്. സംസ്കൃതവും നന്നായി കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ രാമായണ പാരായണവും ഭാഗവതം മൂലം, അതായത് സംസ്കൃതം പാരായണം ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഗീതാ ക്ലാസ് എന്ന് വേണ്ട സംസ്കൃതത്തിലും മലയാളത്തിലും ഉള്ള നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ ടീച്ചർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ടീച്ചറിൻ്റെ അടുക്കൽ ഞാൻ ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ കൊണ്ട് കേൾപ്പിക്കും. അപ്പം കേൾപ്പിച്ചിട്ട് അതിൽ വരുന്ന തെറ്റുകൾ ടീച്ചർ ചൂണ്ടിക്കാട്ടി തരും. അപ്പോൾ അതെല്ലാം വന്ന് രണ്ടാമത് റീറെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ആ രാമായണം എത്തിക്കുന്നത്. ഒരു മടിയും കൂടാതെ, ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ഞാൻ വായിച്ച ഭാഗങ്ങൾ മണിക്കൂറുകളോളം കേട്ടിരുന്ന് അതിന് തെറ്റ് ഒക്കെ തിരുത്തി തന്ന എൻ്റെ പ്രിയപ്പെട്ട സരോജനി ടീച്ചർക്ക് എൻ്റെ അഗൈതവമായ നന്ദിയും നമസ്കാരവും ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തംബ്നെയിൽ ഇടണം. അപ്പോൾ ആ തംബ്നെയിൽ ഉണ്ടാക്കി തന്നത് എൻ്റെ ശിഷ്യനാണ് ശ്രീറാമാണ് അതെല്ലാം ചെയ്തു തന്നത്. ശ്രീറാം ശരിക്കും ഞാൻ ഇടാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഇതെല്ലാം ഈ വിഷയങ്ങളൊക്കെ കൊടുക്കണം, വിഷയങ്ങളൊക്കെ എഴുതണം. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ കൊടുക്കുന്നത് ശരിക്കും ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിരിക്കും. ചിലപ്പോൾ 10 മണി കഴിയും, ചിലപ്പോൾ 11 മണി കഴിയും. അപ്പോൾ അത്രയും സമയം ലേറ്റായിട്ടാണ് ഞാൻ അവന് ചിലപ്പോൾ വിഷയം കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും അവനത് ആ വിഷയങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ട് ആ തംബ്നെയിൽ ഉണ്ടാക്കി എനിക്ക് അയച്ചു തരും. അത്രയും ദിവസം എൻ്റെ കൂടെ തന്നെ നിന്ന് തംബ്നെയിൽ ഉണ്ടാക്കി തന്ന ശ്രീറാമിന് എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ രാമായണ പാരായണം ശ്രവിച്ച് എന്നോട് നേരിട്ടും വാട്സാപ്പിലൂടെയും എല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.